ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി വെച്ചാൽ ഒരു ചാലഞ്ചാണ്. എന്ത് ചാലഞ്ചാണ്? ചാലഞ്ച് എന്താണ്? ഫാസ്റ്റ് സ്ലോ പോസ്. സച്ച് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമ്മള് ചലഞ്ചിലേക്ക് എടുക്കാം. ക്യാമറ ഉണ്ട്, പരിചയം സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി തരും. അലൂമിനിയം ഇന്റർജോയിന്റെ മകനുണ്ട്. ഇതാണ് നമ്മളെ സാധനം അല്ലേ? ഇതാണ് നമ്മളെ വിഷയം കടക്കണേ. വിഷയം എന്ന് പറയുകയാണെങ്കിൽ സ്ലോ ഫാസ്റ്റ് പിന്നെ സ്ലോ പിന്നെ നിൽക്കുക, അങ്ങനെ ഫാസ്റ്റ് സ്ലോ പോസ്. നമ്മൾ ചിഹ്നമാണ് കൊടുത്ത് എഴുതിയില്ല. നോക്കൂ ഗായ്സ്, പിന്നെ നമ്മളെ ഇത് പരിപാടി വെച്ചാ ഫാസ്റ്റ് കിട്ടിയവർക്ക് പോസ് കിട്ടിയോളെ നിയന്ത്രിക്കാം. സ്ലോ കിട്ടിയോളി മെല്ലെ നിന്നാണോ, ഫാസ്റ്റ് കിട്ടിയോളി സ്പീഡ് നിന്നാണോ. അതോ ഞാൻ ആക്ഷൻ കാണിച്ചാ. സ്ലോ കിട്ടിയാലും മെല്ലെ, ഫാസ്റ്റ് കിട്ടിയോളി സ്പീഡ് തിന്നാ, പോസ് കിട്ടിയോലി ഈ ഫാസ്റ്റ് കിട്ടിയോല് പറയുന്നതനുസരിച്ച് തിന്നാൻ പറ്റുള്ളൂ. ഇപ്പൊ തിന്നണ്ട. അതാണ് പോസ് കിട്ടിയോള്. പോസ് കിട്ടിയാൽ വെറും മൂഞ്ചല അവസ്ഥയാണ് അല്ലേ? അപ്പൊ നമ്മ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പൊ റിഹാനെ ക്ഷണിക്കാം. എന്താ നമ്മളെ തെരഞ്ഞെടുപ്പാണ് ഗൈസ്. നമ്മള് നറുക്ക് കണ്ടോന്നെ തുറക്കാൻ സ്ലോ ഗൈസ്. അപ്പൊ എനിക്ക് കിട്ടിയ സ്ലോ ആണ്. എനിക്ക് പോസാണ് കിട്ടിയത്. അപ്പൊ പോസിനല്ല കൊടാ. അപ്പൊ പോസാണൊക്കെ തീരുമാനിക്കല്ലേ. ഫസ്റ്റ് റൗണ്ട് നമുക്ക് മാഗി വിപ്പി ഒന്നാണോ? കമന്റ് ചെയ്യൂ. ഏറ്റവും വലിയ പാത്രമുള്ള ഞാൻ നോക്കിയെടുത്ത്. നമ്മളെ ഈ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇതൊക്കെ മാറ്റിയെടുക്കട്ടോ. ഇന്റർജോയിയുടെ മകനുണ്ട്. നമ്മള് റൗണ്ട് എത്തിയത് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ല് പോലായി. പോസ് മെല്ലെന്നാച്ചാ ഞാൻ നൂഡിൽസ് അങ്ങനെ കഴിക്കാൻ കിട്ടുന്നില്ല. വെള്ളം ഉണ്ടോ? വെള്ളം കിട്ടൂല. നമ്മളങ്ങനെ ആർക്കും പണി കൊടുക്കരുത്. അതുകൊണ്ട് കഴിച്ചോട്ടെ. പിന്നെ അങ്ങനെ നൂഡിൽസ് ഒന്നും കഴിക്കല്ല. ഇല്ലല്ല, പ്രശ്നമല്ല. തിന്ന് കഴിഞ്ഞ് ചെക്കന്മാര് കഴിക്കട്ടെ. തിന്നാനില്ല. അപ്പൊ അമ്മ അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഇത് തിന്ന് കഴിയില്ല, ഫിനിഷ് ആക്കിട്ട് വരാം. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ട് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക്
അപ്പൊ ഇതാണ് നമ്മൾ കിൻഡർ ജോയിന്റെ മകൻ അഥവാ അനിയൻ. നറുക്കെടുപ്പിന് പുറത്തുനിന്ന് വേറൊരാളെ ഇനി വേറെ പുറത്തുനിന്നായിട്ട് നമ്മളെ റിഹാൻ സാറിനെ നമ്മൾ വിളിക്കുന്നു. ഒന്നും കൂടെ വിളിക്കുന്നു. റിഹാൻ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് ഉണ്ടായി, ചലഞ്ച് വ്ളോഗ്. മറന്നുപോയി. സ്ലോ. രണ്ടാമത് നമുക്ക് പോസനാണ് കിട്ടിയത്. ഇപ്രാവശ്യം ഇവര് നമ്മളെ മെല്ലെ പൊട്ടിക്കണം. രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ഇവരിങ്ങനെ എന്താ കാട്ടുകല്ലേ, ദയുള്ള തോന്നുന്നുണ്ട് അല്ലേ? അച്ഛ ദയുള്ള ആളാണ് കണ്ടാലൊക്കെ. ഇനി മനഭാവം എന്താ അറിയില്ല. അത് കിട്ടില്ലടാ. ഇതെങ്ങനെ ഇത് രണ്ടു ഭാഗം പറഞ്ഞു. ഇത് സംഭവല്ലേ, കിൻഡർ ജോയിന്റെ അനിയനാണ്. ഈ അനിയന് ഈ സംഭവം ഉണ്ടാക്കിയതാണ്, ഈ അനിയന് ഇറക്കിയതാണ്. അപ്പോ രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത്. ആദ്യം നമ്മള് ഇതെടുക്കാണ്. അപ്പോ ഇത് ഇന്നെ കിട്ടിയോ? കിട്ടി. സ്ലോലെ ഓർക്കറ്റുള്ളൂ. അതുകൊണ്ടങ്ങനെ കിട്ടി. എന്ത് സ്വഭാവടാ. അപ്പൊ ക്യാമറ കമ്മിറ്റി അമ്മ അറിയാതെ ഗിഫ്റ്റ് ആണ് ഓർമ്മ. ഞാൻ ഗിഫ്റ്റ് ഓർക്കണ അപ്പൊ വേണ്ടേ അതിന്റെ ഫ്രീ എനിക്ക് കാർ പുലിക്കുട്ടി. എന്താടാ പുലിയോ? അച്ഛന് പുലി. എനിക്കെന്താ ആ പോസല്ലേ. വെള്ളം അടിക്കട്ടെ. വെള്ളം ചൂടാ ചൂടാ. അപ്പൊ അത്രയും കിട്ടിയതാണ് ഒരു സിംഹാണ്. ഇതിന്റെ പൊട്ടില്ല. കത്രയും കിട്ടി. കിൻഡർ ജോയ് കമ്പനിയോട് എനിക്കൊരു ഒരു കാര്യം അറിയാണ്ട്, ഇത് പൊട്ടിക്കണൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി ചോട്ടാ ഭീം കിട്ടി. ചോട്ടാ ഭീം കിട്ടി. ചോട്ടാ ഭീം കാണുമ്പോ റോസ്റ്റ് സാധനമാണ് ഗൈസ്. ഓ ഇതിപ്പം നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം. സാധനം ഗസ് ചെയ്യാ. എന്താണ് ഞാൻ പറയാ, നമ്മള് ചോട്ടാ ഭീം നമ്മളെ മറ്റേ ചങ്ങായിന്റെ ഏട്ടൻ ലഡു അതിന്റെ അടുത്ത ഫുഡ് ഐറ്റംസ് ആണ്. ലഡുവിനെ മാറ്റി കൊടുക്കും. ഇതൊന്നായില്ല. അപ്പൊ നമ്മക്ക് കിട്ടിയത് ഇതാണ്. എന്താണ് ബീസിൽ ക്രീമിയ ക്രഞ്ചിയ കൈനോടുന്നാണല്ലേ അത്? ഇത് കയ്യോട് തിന്നണം. ഒരു കയ്യിനേ ഉള്ളത്. സ്പൂണും എനിക്ക് ഭാഗ്യം നേരത്തെ ഭാഗ്യം പോകാറില്ല. ഓസിന് സമയത്തൊക്കെ വെള്ളം കുടിച്ച് നേരം വെക്കണം. സറ്റ ഭരിക്കാണ്. നമ്മളിപ്പോ സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ആക്കിയിട്ട് കാണാം. അപ്പൊ ചോട്ടാ ഭീം കുട്ടനെ നമ്മൾ ഈസിയായിട്ട് ഇടുകയാണ്. ഇപ്പൊ ചോട്ടാ ഭീം കുട്ടൻ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയാ, ഷെയർ ചെയ്യാൻ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ അല്ലേ? ചോട്ടാ ഭീം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇത് വർക്ക് ചെയ്യിപ്പിച്ചാൽ ട്യൂട്ടോറിയൽ. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. മൂന്നാമത്തെ റൗണ്ടാണ്.
മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാൽക്കീസ് ചീസ് ഫ്ലേവർ. ചീസ് ചൈനീസ് ചീസ്. നിങ്ങളിത് ട്രൈ ചെയ്തതിനെ കമന്റ് ചെയ്യാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ ഒരു ഇതെന്താണ് ഇതിൻ്റെ ഇത് വെച്ചാൽ നല്ലതാണ്, ഗൾഫിൻ്റെ സാധനമാണ്. അപ്പം നമ്മൾ ഓവർ ഇതാകില്ല. അപ്പം നമ്മൾ നറുക്കിടാൻ നമ്മളുടെ സ്വന്തം സച്ചയാണ് നമ്മൾ പ്രാവശ്യം വിളിക്കുന്നത്. നല്ല നല്ലത് സ്ലോ. ഫാസ്റ്റടാ. ഇവിടെ ഫാസ്റ്റഡ് കിട്ടിയത്. അപ്പം നമ്മള് പൊളിക്കാൻ പോണേ. ഞാൻ പറയണേ റെഡി 1 2 3 സ്റ്റാർട്ട്. നല്ല കഴിക്കട്ടോ. എനിക്ക് പറ്റില്ല. പവർ നമ്മളുടെ പവറാണ്. മാൽക്കിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. മാൽക്കീസ് ഇതുവരെയായിട്ടും ആരും ടേസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ തരാം. ഇവിടെ ആരും കയറുന്നില്ല, ഞാൻ തരാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എടുത്തോളി. എടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ സബ്സ്ക്രൈബറാണ്. ഞാൻ എടുക്കട്ടെ. അപ്പൊ കഴിക്കണ്ടേ? നിങ്ങൾ മധുരം പൊടിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ? സംഭവം ക്രിസ്പിയാണല്ലേ? നമ്മള് സാധാരണക്കാളും ബിസ്ക്കറ്റിന് ഒരു ഞങ്ങളെ നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് കഴിച്ചാലേ സംഭവം കുറെ പൊടി കിട്ടും. ആ പൊടി കഴിക്കട്ടെ. ഒരു ബീതറല്ലേ അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ഇത് ലാസ്റ്റത്തെ ചലഞ്ചാണ്. വേഗം എടുക്കണം, അപ്പോഴൊരു ഭാഗ്യം ഉണ്ടാവും. സ്ലോ പിന്നെ ഞാൻ പിന്നെ ഫുൾ ഫാസ്റ്റും സ്ലോ ആക്കാണ്. എനിക്ക് ഫാസ്റ്റാ. ഞാൻ ഫാസ്റ്റില് കട്ട് ചെയ്യാം. ചെറുപ്പത്തിലെ ലേസൊക്കെ വാങ്ങുമ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചത്. നോക്കൂ, വെറൈറ്റി ആണല്ലോ. വ്യൂവേഴ്സിൽ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഞാനത് എന്താ അത്രയും ഒരു റേറ്റുള്ള സാധനമാണ് അല്ലേ? സംഭവം 5 റുപ്യ ഉള്ളൂ, പക്ഷേ മസ്റ്റാ. നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് കൂട്ടുമ്പോൾ നല്ല രസമാണ്. ഇത് നമ്മളെ ഇംഗ്ലീഷ് ഉണ്ടാക്കിയതാണ് നമ്മളെ ഈ സാധനം. അപ്പോൾ നമ്മളെ ഷംഷ നമ്മൾ ചോദിച്ചതാണ്. അടുത്തെന്താ പറയാനുള്ളത്? പണ്ടിനെ കുറിച്ച് ഈ പണ്ടില്ലേ ഇത് വാങ്ങുമ്പോഴേ ബാക്കിൽ നമ്പർ ഉണ്ടാവും. ഒരു മറ്റേ ഒരു സ്ഥലം നീച്ചുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോണേ, കാലുമ്പോൾ പോണേ
നീ ഒരു ആരെ ഒരു ആ സാധനത്തിന് ചിത്രം കൊടുത്തിട്ടോ എടാ ആ നമ്പർക്ക് വിളിച്ചാൽ ഈ സാധനം പെരേക്ക് എത്തിച്ചേരുള്ളേ അങ്ങനെ ഓരോ പറ്റിച്ചു എന്താ പറഞ്ഞേ ഈ റൗണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ചുരുക്കി പറയണമെങ്കിൽ ഒന്നും പറയാനില്ല പറയാൻ വാക്കുകളില്ല. അത് തന്നെ കാര്യം പറയുന്നതല്ല ചിന്തിക്കുന്നത്, ചിന്തിക്കുന്നതല്ല പറയുന്നത്. ശിവദിനം അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ പുഷ്പ മ്യൂസിക് ആണ് അറിയോ അറിയാം റാപ്പ് പാടും ഒരു റാപ്പ് അടിച്ചു പിടിച്ച് പ്രാണ അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കിയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വ്ളോഗ് എവിടെ. ഞാൻ പറഞ്ഞുതരാം, സച്ച് പറഞ്ഞെടുത്താ നമ്മൾ വ്ളോഗിന് ഒരു കണ്ടന്റ് കിട്ടണം, പിന്നെ നമ്മൾ ഒരു ഒഴിവ് കിട്ടണം. ഇപ്പോഴാണ് നമ്മൾ ഒഴിവായത്. പെരുന്നാള് ഫുൾ തിരക്കേനി, പരീക്ഷയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വ്ളോഗ് കിട്ടി എന്നൊരു എഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അഡിക്റ്റ് ആയി കിട്ടാതിരിക്കുമ്പോൾ ഒരു ഇതാണ് സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ മനസ്സിലാണ്ട് ഗൈസ്. ഇപ്പൊ നമ്മള് ഇനിയും വ്ളോഗുമായി വരും. അപ്പൊ വരാൻ പോകണ്ടെന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ.